തൃശ്ശൂരിലേക്ക് നമ്മുടെ സാനു തയ്യാറായി നിൽക്കുകയാണ്. സാനുവിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ചയാണ്. കാരണം BJPക്ക് പിന്തുണ നൽകുന്നു. പ്രത്യക്ഷത്തിൽ പിന്തുണ നൽകാൻ കഴിയാത്ത പലരും മനസ്സുകൊണ്ടെങ്കിലും പിന്തുണ നൽകി നമുക്കറിയാം അല്ലേ? അതോട് ചേർത്ത് വെക്കേണ്ട ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ടോ KP? അങ്ങനെ ഒരു വാർത്തയാണ് സാനു തയ്യാറായി നിൽക്കുന്നത്. സാനു തരാൻ വേണ്ടി ഏതായാലും സാനുവിനോട് തന്നെ ചോദിക്കാം അല്ലേ? സാനു, മറ്റത്തൂരിൽ വലിയൊരു മാറ്റത്തിന് കളം ഒരുങ്ങുകയാണ്. അവിടെ കഴിഞ്ഞ ദിവസമാണ് BJPയുടെ കൈത്താങ്ങോട് കൂടി അവിടെ ഒരു കോൺഗ്രസ് വിമത വിജയിച്ച് വന്നത് KP. എന്തായാലും ഇന്ന് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്, ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് തോന്നുന്നു പിന്നെ ഈ അന്ത്യശാസനം മറ്റത്തൂരിലെ പഞ്ചായത്തിലെ കോൺഗ്രസ് വിമതരുടെ നീക്കത്തിൽ വീണ്ടും വെട്ടിലായി കഴിഞ്ഞല്ലോ സ്വാഭാവികമായി നേതൃത്വം. അതുകൊണ്ട് തന്നെ ഈ KPCCയുടെ അന്ത്യശാസനങ്ങളാണ് ഈ വിമതരെ തള്ളിയിട്ടുള്ളത്. BJPക്കൊപ്പം ഉറച്ചു നിൽക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. മറ്റത്തൂരിലെ രാജിവെച്ച കോൺഗ്രസ് അംഗങ്ങളെ തിരിച്ചെടുത്തിട്ടില്ല എന്നാണ് DCC അധ്യക്ഷന് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ സാനുവിനോട് തന്നെ ചോദിക്കാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം വെട്ടിലായി കഴിഞ്ഞു കോൺഗ്രസ് നേതൃത്വം? സാനു, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ ഈ കോൺഗ്രസ് നേതൃത്വത്തെ, കോൺഗ്രസ് നേതൃത്വത്തെ ആയിക്കോട്ടെ, KPCC നേതൃത്വത്തെ ആയിക്കോട്ടെ, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് മറ്റത്തൂരിലെ ഒരു പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്ക് നടന്നത്. അതായത് കോൺഗ്രസിന്റെ ലേബലിൽ നിന്ന് ജയിച്ച, അല്ലെ പാനലിൽ നിന്ന് ജയിച്ച 8 മെമ്പർമാരും രാജിവെച്ചുകൊണ്ട് BJPയിലേക്ക് ചേരുന്നാൽ അവര് രാജിവെച്ച് പുറത്തു വരികയും BJPയുടെ പിന്തുണയോടുകൂടി പഞ്ചായത്ത് ഭരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ പല വിധത്തിലുള്ള അനുനയ നീക്കങ്ങളൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. DCCയുടെ ഭാഗത്ത് നിന്നാണ് ആദ്യഘട്ടത്തിലൊക്കെ നീക്കങ്ങൾ ഉണ്ടായെങ്കിൽ അതെല്ലാം അമ്പേ പാളിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെ KPCCയുടെ ദൂതൻ എന്നുള്ള നിലയിൽ റോജി M. ജോണിന്റെ നേതൃത്വത്തിൽ ചില ചർച്ചകളൊക്കെ നടത്തി, ചില ഫോർമുലയൊക്കെ ഈ KPCC മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇതൊന്നും അംഗീകരിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു ഈ വിമത നേതാക്കൾ ചെയ്തത്. വിമത നേതാക്കൾ എന്ന് പറയുമ്പോൾ തന്നെ DCCയുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരാണ് ഈ വിമത നേതാക്കളായി മറ്റത്തൂരിൽ നിൽക്കുന്നത്. ഇവരുടെ നേതൃത്വത്തിലാണ്, ഈ DCC ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ മറ്റത്തൂരിലെ പല നടപടികളും നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ അവസാനം എന്നോണം KPCC പറഞ്ഞ ചില കാര്യങ്ങൾ ഇവർ അംഗീകരിക്കുന്ന ഒരു നിലയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് KPCCയുടെ നിർദ്ദേശത്തെ തുടർന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൂർജഹാൻ രാജിവെച്ചിരുന്നു. എന്നാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ SC ജോസ് തയ്യാറായിരുന്നില്ല. എന്തായാലും ഈ നൂർജഹാൻ രാജിവെച്ച ഒഴിവിലേക്കാണ് ഇന്നലെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നത്. അതില് 2 കോൺഗ്രസ് അംഗങ്ങൾ വിട്ടുനിന്നു. ഒപ്പം 4 BJP അംഗങ്ങളുടെ കൂടി വോട്ട് ലഭിച്ചതോടുകൂടി 11 എന്ന സംഖ്യ വരികയും LDFന്റെ ഭാഗത്ത് നിന്ന് 11 എന്ന സംഖ്യ വരികയും ചെയ്തു. ടൈ ആയതോടുകൂടി അവിടെ നറുക്കെടുപ്പിലൂടെയാണ് ഫലം നിശ്ചയിച്ചത്. എന്തായാലും ഈ വിമത നേതാവ് തന്നെ, അല്ലെ വിമത പക്ഷത്ത് നിന്നുള്ള ആള് തന്നെ, മിനി ടീച്ചർ തന്നെ അവിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരിക്കുന്ന, അല്ലെങ്കിൽ വിജയിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ഇവരെ ആരെയും ഇപ്പോൾ തിരിച്ചെടുത്തിട്ടില്ലെന്നാണ്. എന്തായാലും KPCCയുടെ കണ്ണൂർ ട്രെൻഡ് കൊണ്ടൊന്നും ഫലം കാണാതെ വന്നതോട് ഇവരെ ആരെയും തിരിച്ചെടുത്തിട്ടില്ല എന്ന് പറയുന്ന നിലയിലേക്ക് DCC അധ്യക്ഷൻ മാറുകയാണ്. എന്തായാലും മറ്റത്തൂർ ഒരു പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്കിന് സാധ്യതയും ഇനിയും ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാനു പറഞ്ഞ വാക്കുകൾ കടമെടുക്കുകയാണ്. മറ്റത്തൂരിൽ ഇനി ഒരു പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്ക്. മറ്റത്തൂരിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് തന്നെ ആഞ്ഞു വീശും എന്നാണ്. മറ്റത്തൂരിൽ മാത്രമല്ല, പലയിടങ്ങളിലും ആ ഒരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് പ്രകടമായി കഴിഞ്ഞു അല്ലേ? ഇനി അത് എത്രത്തോളം ആഞ്ഞടിക്കും? നിയമസഭാ തെരഞ്ഞെടുപ്പാ വരുന്നത്, വരാൻ പോകുന്നത് മാസങ്ങളെ ഉള്ളൂ. കണ്ടറിയ എത്രത്തോളം കൊടുങ്കാറ്റ് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. കപ്പല് കാറ്റിൽ ആടി ഉലയില്ല. പക്ഷെ കേരളത്തിൽ ഇപ്പൊ കൊടുങ്കാറ്റാണ്. അത് നമുക്കൊന്ന് അധികൃതരെ ഓർമ്മിപ്പിക്കാം അല്ലേ KP? ഇവിടെയാണ് ഈ തിരുവനന്തപുരത്തിന് അനന്തപുരിയിൽ നിന്നും തുടങ്ങിയ ഒരു മാറ്റം അല്ലേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിക്കും, അലയടിക്കും. പഴഞ്ചൊല്ലുണ്ട്, തല വീണാൽ ഉടലും വീഴുമെന്നാണ്. അപ്പോൾ തല വീണ് കഴിഞ്ഞു. ഈ അശ്വതി പറയുമ്പോൾ പലപ്പോഴും പഴഞ്ചൊല്ലുകളൊക്കെ ഇങ്ങനെ പഠിച്ചെടുത്ത് വന്നിരിക്കുക അല്ലേ? അല്ല, ഞാൻ പണ്ട് തൊട്ട് പുസ്തകം വായിക്കും. അപ്പൊ പണ്ട് വായിക്കാറുണ്ട്, ഇപ്പൊ വായിക്കാറുണ്ടോ? ഇപ്പോഴും വായിക്കാറുണ്ട് KP. വേണ്ട, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ്.